ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഹാർദവമായ സ്വാഗതം. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. കുറെ പേര് ചാനൽ നിർത്തിയോ, നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തെ? എന്താ നമ്മൾ വീഡിയോ ഇടാത്തെ? ഒന്നും സമയം കിട്ടുന്നില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പനിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഭയങ്കര വഴക്കാ അല്ലേ? നിലം തൊടിക്കുന്നില്ല, നമ്മളെ കൊണ്ട് നന്നായിട്ട് ഉറങ്ങുന്നില്ല. ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടിയാൽ തന്നെ വഴക്കുണ്ടാക്കാതിരിക്കും, പക്ഷേ ഉറക്കമില്ല, കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. 2 മണി 3 മണി 4 മണിക്കൊക്കെയാണ് ഞങ്ങൾ ചോറുണ്ടെന്ന്. നേരത്തെ അവള് എന്നാ പറയാൻ വന്നേ? എന്താ പറയാൻ വന്ന അച്ഛ? അതിന്റെ ബാക്കി അച്ഛനെ പറഞ്ഞോർന്നാ ഞാൻ നിന്നേ. എനിക്ക് അറിയത്തില്ല. ഉറക്കപ്പറ. നേരത്തെ കുറച്ചു നേരമെങ്കിലും അവള് കിടക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു രക്ഷയില്ല. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് പോകുമ്പോഴും അവൾക്ക് കൂടുതൽ വരണം. അതാണ് കിടക്കാനുള്ള ഒരു ഇതില്ല. പെട്ടെന്ന് ഒരു 2 സെക്കൻഡ് കാണും, അല്ല 2 മിനിറ്റ് കാണും കിടന്നാലേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ അടുത്തോട്ട് വരണം. അതായത് നമ്മൾ എടുത്തോട്ട് നടക്കണം എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് മഴക്കാണ്. അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും പറ്റുന്നില്ല. സത്യം പറഞ്ഞ് എടുക്കാനോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനോ പറ്റുന്നില്ല. ഇടണമെന്ന് എന്നും പ്ലാൻ ചെയ്യും, പക്ഷെ ഒറ്റ ദിവസം പോലും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചാനലിൽ ഡെഡായിട്ട് കിടക്കണം. വീഡിയോ ഇടാതെ ഇനി ഇന്ന് ഉയർത്തിക്കൊണ്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് നമ്മൾ അഘോരാത്രം പരിശ്രമിക്കണം. ഇന്ന് മുഴുവനും ഈ കടുകെട്ടിയ വാക്കുകൾ പറയാൻ പോകുന്നുണ്ടോന്നൊന്നും കിട്ടുന്നില്ല. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണിക്കാം അല്ലേ? പറയും. ഓക്കെ. അവരിന്നലെ വന്നപ്പം കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ. ഇത് നിറച്ചുണ്ട്. അപ്പം ഇത് രാവിലെയാണ്. അപ്പം ഇവിടെ കരണ്ട് പോയി. നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇത് വെച്ചില്ലെങ്കിൽ അതാവും, വെറുതെ ആയി പോകും. രാവിലെ അതെ. ഈ വർഷം തീരെ കുറവായിരുന്നു കേട്ടോ. എല്ലായിടത്തും നമ്മുടെ വീട്ടിലോട്ടൊക്കെ അങ്ങനെ അവിടെയും കുറവായിരുന്നു. അതെ. പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വൈകിട്ട് കഴിക്കാൻ വെച്ചിരുന്നതാണ്. ഇപ്പൊ തന്നെ ഉച്ചയ്ക്ക് ചക്ക കഴിച്ചേക്കാം. അല്ലെങ്കിൽ ഇത് വെറുതെ വേസ്റ്റ് ആയി പോകും. നമുക്ക് അതെ, വെറുതെ കളയാൻ പറ്റത്തില്ലല്ലോ. പകുതി അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് മൊത്തം ക്ലീൻ ആക്കിയാണ് കൊണ്ടുവന്നത് കേട്ടോ. അതെ, എല്ലാം കഴിഞ്ഞ് ഇത് അരിഞ്ഞ് അടുപ്പ് വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. പിന്നെ വേറെ ഇവിടെ കിലോയ്ക്ക് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കിലോയ്ക്ക് 35 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഇതുപോലെ ക്ലീനാക്കി ഇതുപോലെ കവറിലാക്കി കൊടുക്കുകയാണെങ്കിൽ കിലോയ്ക്ക് 35 രൂപ എന്ന് പറഞ്ഞിട്ട്. വേറെ സാധനം മേടിച്ചതിന്റെ കൂടെ അതിന് സ്റ്റിക്കറുണ്ട്. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാണ്. അങ്ങോട്ടൊക്കെ ഗൾഫിലോട്ടൊക്കെ ഇതുപോലെയല്ലേ കിട്ടുന്നത്. അതൊക്കെ കാശ് കൊടുത്ത് മേടിക്കണം. നമുക്കിപ്പോൾ അത്രയും അവസ്ഥയില്ല കാശ് കൊടുത്ത് മേടിക്കണം. കുറച്ചുകൂടെയൊക്കെ കഴിയുന്ന ചിലപ്പോൾ അങ്ങനെ ആകുമായിരിക്കും അല്ലേ? മരങ്ങളൊക്കെ പോയിട്ടല്ലേ. ആവുകുട്ടി ഉറങ്ങുവാണ് കേട്ടോ. രാവിലെ എന്നിട്ട് ഞങ്ങൾ പുട്ടും പഴം കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ എന്നാൽ പിന്നെ ചക്ക എരിഞ്ഞ് വെച്ചേക്കാൻ പോയത്. ഞാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വേറെ ഒരു പരിപാടി നടക്കത്തില്ല അല്ലേ? ഞാൻ നല്ല ചക്കച്ചോളയൊക്കെ വാങ്ങി തീർച്ചു പോകും. നമ്മുടെ മൂവാണ്ടൻ മാങ്ങ ചെനച്ചതാണ് കേട്ടോ. അതായത് പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഇത് സംഭവം. അപ്പോൾ അത് നമ്മൾ ഉപ്പൊക്കെ കൂട്ടി, ഉപ്പ് നമ്മൾ ടിന്നോടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ കഷ്ണമാക്കി ഞുറുക്കിയിട്ട് ഇച്ചിരി ഉപ്പും മുളക്, കാന്താരി മുളകൊക്കെ കൂട്ടി തിന്നാനാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇത് കഴിച്ചപ്പോൾ ഞങ്ങൾ കാന്താരിയുടെ കാര്യം മറന്നുപോയായിരുന്നു കേട്ടോ. കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് പുളി അതിൻ്റെ കൂടെ ഉപ്പും മുളക് ഇതാകുമ്പോൾ ചെറിയൊരു മധുരവും കൂടി ഉണ്ടല്ലോ ചെനച്ചതാകുമ്പോൾ. അതുകൊണ്ടാണ് അച്ഛ കഴിക്കുന്നത് കേട്ടോ. പച്ചയാണെങ്കിൽ അച്ഛ നോക്കത്ത് പോലും ഇല്ല. ഭയങ്കരമായിട്ട് പല്ല് പുളിക്കുമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റത്തില്ല.
ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അടുത്തിരുന്ന് അച്ചാച്ചനും മാവയും കൂടെ ചുമ്മാ അലമ്പുണ്ടാക്കുവാണ്. അതാണ് നിങ്ങൾ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്. ഞാനത് പറയുമ്പോൾ അവളെ എന്നെ നോക്കി പേടിപ്പിക്കുവാണ് കേട്ടോ. നമ്മൾ തക്കാളിക്ക് ഇവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ. ഷോപ്പിങ്ങിന് സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, ഞാൻ മാത്രം. കാരണം ആവക്കുട്ടി ഇത് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവളെ പുറത്തധികം ഇറക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അച്ഛയും അവക്കുട്ടിയും കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത്യാവശ്യമായിട്ട് വാങ്ങേണ്ടത് 2 ബെഡ്ഷീറ്റ് വാങ്ങണം. അത് നമുക്ക് നേരത്തെ ഒരു കട്ടിലും ഒരു ബെഡിലും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അധികം. പക്ഷെ ഇപ്പം 2 കട്ടിലും 2 ബെഡൊക്കെ ഉള്ളതുകൊണ്ട് 2 ബെഡില്ല 3 ബെഡുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് ബെഡ്ഷീറ്റ് വാങ്ങണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എങ്ങനെയാണെന്നറിയില്ല, എവിടെ നിന്ന് മേടിക്കണമെന്ന് അറിയില്ല. കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ വാങ്ങത്തുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരുണ്ട്. അവൾ ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു. കൃത്യം ഞാൻ പോരാൻ നേരം ആയപ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റ് കേട്ടോ. അപ്പം എന്തായാലും പോയിട്ട് വരാം. നമ്മൾ ഓട്ടോ വിളിച്ചൊന്നല്ല കേട്ടോ, ഞാൻ നടന്നാണ് പോകുന്നത്. എനിക്ക് നടക്കാനാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ലാഭിക്കാമല്ലോ കുറച്ച് സേവിങ്സ്. ഓട്ടോ കൂലി നമ്മൾ സേവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇന്നലെ പെട്ടെന്ന് വീട് വരെ പോകും. വീടല്ല, ശരിക്കും തോപ്രാംകുടിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ബാങ്കിൽ. അപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് വെറുതെ വെച്ചിട്ടാണ് പോയത്. ബസ്സിൻ്റെ സമയം പോയിട്ട് ഞാനിവിടെ നിന്ന് ഓടുമായിരുന്നു. എന്നിട്ട് തോപ്രാംകുടിക്ക് പോയിട്ട് അതുവഴി തിരിച്ച് വന്ന വഴി ഞാൻ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കയറി ഞാൻ നിന്നത് വെറും 15 മിനിറ്റാണ്. 5 മിനിറ്റ് നിന്നു. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ഒരു പഴം കഴിച്ചു. ഒരു പഴമല്ല, മമ്മി അന്നേരത്തിന് മാങ്ങാപ്പഴം പുളി തന്നു കേട്ടോ. അതും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ ചേട്ടാ എന്നിട്ട് എന്നെ പെരുന്നുട്ടി വരെ കൊണ്ടുപോയിട്ട് ചടപടേന്നായിരുന്നു. ബാങ്കിൽ പോകേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഞാൻ ആവക്കുട്ടനെ തന്നെ ഇട്ടിട്ട് പോകത്തില്ല. അവൾ ഭയങ്കര വഴക്കായിരുന്നു പറഞ്ഞു, ഭയങ്കര കരച്ചിലായിരുന്നു. വഴക്കല്ല, ഭയങ്കര സങ്കടമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടാണോ തിരിച്ചറിയാറൊക്കെ ആയോ അതൊന്നും എനിക്കറിയില്ല. പോയിട്ടായിരിക്കാം. ഞാൻ പോയാലും അച്ഛൻ പോയാലും അവൾ കരയും. നമുക്ക് സങ്കടമാണ്. 2 പേരും വേണം അവൾക്ക് കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ 2 അവൾ കാണുന്നുള്ളൂ. അപ്പോൾ ആ 2 പേരും അവളുടെ കൂടെ വേണം എന്നുള്ളതാണ് അവളുടെ ഒരു ആഗ്രഹം. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര വഴക്ക്. ഇപ്പോൾ ഞാൻ അവളെ കാണാതെയാണ് പോകുന്നത് കേട്ടോ. പോകുന്നത് കാണുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാവും. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ അങ്ങ് വിചാരിച്ചോളുമായിരിക്കും, അറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഹലോ, അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൈ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. സമയം രാത്രിയാകാറായി. ഞാൻ തിരിച്ചു പോവുകയാണ്. അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു കേട്ടോ. അല്ല, അൽക്കുലത്ത് കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. മുഴുവൻ തന്നെ അവക്കുള്ളതാട്ടോ. അവക്കുട്ടി എന്തെടുക്കുകയെന്ന് അറിയില്ല. വഴക്കുണ്ടാക്കുവാണെങ്കിൽ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം, അതായത് കുറേ നേരമല്ല, ഉച്ചയായപ്പോൾ നമ്മുടെ കറണ്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഞാൻ പോരുമ്പോൾ വരെ വന്നിട്ടില്ല. ഇപ്പോഴത്തെ കാര്യം അറിയത്തില്ല. അപ്പോൾ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയിപ്പോൾ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വിളിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കണേ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് അവൾ കരഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒന്നും വാങ്ങാതെ ഞാൻ ഓട്ടോ വിളിച്ച് തിരിച്ചു വരേണ്ടി വന്നു. അതായിരുന്നു അവസ്ഥ. അപ്പം ഞാൻ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ക്യാമറ വെള്ളം വീണു, കർത്താവേ. ജോലി കിടക്കട്ടെ. ക്യാമറയ്ക്ക് ഫുള്ളൊരു പുകമയോ വേറൊന്നുമില്ല. വെള്ളം വീണു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പോക്കായി പോയിട്ടോ. അവളെ കൊണ്ട് ക്രൗഡൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ പോയത് കേട്ടോ. അച്ഛൻ്റെ നോക്കാം. അയ്യോ, എൻ്റെ ക്യാമറ പോയി. അയ്യോ, ഇവിടെയൊന്നും ആരുമില്ല. ഹലോ, എൻ്റെ പൊന്നെ, ഇതൊന്നും കാണിക്കല്ലേ. ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ബാക്കി കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ നമ്മളല്ല, അച്ഛൻ ഡെയിലി വന്ന് ഡ്രസ്സ് അലക്കിയിടുന്നുണ്ടായിരുന്നു. പക്ഷെ മടക്കാനും കൂടെയുള്ള സമയം നമുക്കില്ലല്ലോ. ഈ കട്ടിൽ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ഇത് മുഴുവൻ ഞാൻ മടക്കി വെച്ചപ്പോൾ ഇവിടെ ഫുള്ളൊരു കൂമാരം പോലെ കൂട്ടിയിട്ടേക്കുമായിരുന്നു ഡ്രസ്സെല്ലാം കൂടെ. അത് ഓരോന്നായിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞെങ്കിൽ എടുത്തോണ്ട് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് മടക്കി വെച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല.
ഇന്നലെ ഇപ്പോഴും നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും. പിന്നെ ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കര പല്ല് വേദനയായിരുന്നു കേട്ടോ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പല്ലൊരിടം പറിക്കാറായിട്ടിരിക്കുന്നു. പറിച്ചു തരാതെ ആ കുഞ്ഞിന് പറഞ്ഞു ആ കുഞ്ഞ് പറിച്ചു തരുമോ? അതാണ് പറഞ്ഞു. അവളെ കാണിച്ചാൽ മാത്രം അവിടെ വന്നത് അല്ല അവിടെ ആവേ. അപ്പൊ ഇത് മുഴുവനും മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇത് കസേരയിലാക്കി വെക്കാം. അച്ഛെടുത്തോണ്ട് അപ്പുറത്ത് കൊണ്ട് വെച്ചാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കൊണ്ട് എത്ര വർഷം ഞാൻ പോയിട്ട് വന്നാലല്ലേ അത് അപ്പുറത്തോണ്ട് ഇട്ടാൽ മതിയായിരുന്നു. ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഈ തുണി കൊണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് തുണി അലക്ക്, തുണി വിരിക്കല്, തുണി മടക്കല്. ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തറിയോ? പറ. കുളിക്കുന്നു. അതല്ല ഈ തുണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ പറയുന്നത്? കൊച്ചിരിക്കുന്നു. പറ. അലക്കാൻ ഇഷ്ടാ, മടക്കാൻ ഇഷ്ടാ, വിരിക്കാൻ ഇഷ്ടം. തുണി തേക്കുന്നത് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം അയൺ ചെയ്യാത്ത ടൈപ്പ് സാധനങ്ങളാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ വീഡിയോയിലൊക്കെ റിപ്പീറ്റ് സാധനങ്ങൾ മാത്രമേ ഇടാറുള്ളൂ. കാരണം അതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തേക്കാനുള്ളത്. അപ്പോൾ എനിക്ക് തേക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് പറയുന്നത്. ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും. എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് മടക്കാനൊക്കെ. തുണി തേക്കുന്ന കാര്യം ഒരു രക്ഷ. അപ്പം ഇത് മടക്കി തീർക്കട്ടെ. ശരി. ഇന്നത്തെ ദിവസം മുഴുവൻ വേണ്ടി ഇന്നത്തെ ദിവസം എന്നെ ഞാൻ വിളിച്ചാൽ കേട്ടോ ഒരു പരിപാടി. ഞാൻ ഇത് മുഴുവൻ മടക്കി അലമാരിക്കകത്ത് ആക്കിയിട്ട് മാത്രമേ പുറത്തിറങ്ങുള്ളൂ. വീഡിയോ ഒക്കെ തന്നെ എടുക്കണം, കുഞ്ഞിനെ നോക്കണം. ഓക്കെ കേട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വല്ലപ്പോഴും ഒക്കെ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.